നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യാഗിൽ. ആദ്യം പ്രധാന വാർത്തകൾ. ജലജീവൻ മിഷനുമായുള്ള കരാർ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധപ്പെടുത്തുവാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാവണമെന്ന് സുനിൽ ലാലൂർ. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ നടത്തുന്ന എല്ലാ പരിപാടികളും പൂർണ്ണമായും ഹരിതചട്ടം പാലിക്കണമെന്ന് ശുചിത്വ മിഷൻ. തൃശൂരിൽ കളിക്കുന്നതിനിടെ ഷാൾ കഴുത്തിൽ കുടുങ്ങി വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. രണ്ടായിരത്തി 2023-24 സംസ്ഥാന കായകൽപ്പ അവാർഡിന് ഒന്നാം സ്ഥാനം നേടിയ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വലപ്പാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. വാർത്തകൾ വിശദമായി. ജലജീവൻ മിഷനുമായുള്ള കരാർ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധപ്പെടുത്തുവാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാവണമെന്ന് സുനിൽ ലാലൂർ. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന തളിക്കുളം പഞ്ചായത്തിലെ റോഡുകൾ പുനർനിർമ്മിക്കാൻ പഞ്ചായത്തിനോട് ആവശ്യപ്പെടുമ്പോൾ ജലജീവൻ മിഷനെയും കാലാവസ്ഥയെയും കുറ്റം പറഞ്ഞു മാറി നിൽക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ധൈര്യമുണ്ടെങ്കിൽ ജലജീവൻ മിഷനുമായി ഉണ്ടാക്കിയ കരാർ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധപ്പെടുത്താൻ തയ്യാറാണെന്ന് സുനിൽ ലാലൂർ പറഞ്ഞു. തകർന്ന റോഡുകളെല്ലാം മഴയ്ക്ക് മുമ്പ് പണി പൂർത്തീകരിക്കാമായിരുന്നു. റോഡ് പണിയുന്നത് അനന്തമായി നീട്ടിക്കൊണ്ടുപോയത് കരാറുകാരനെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ്. റോഡ് പണി ഏറ്റെടുത്ത കരാറുകാരെ കൊണ്ട് കൃത്യസമയത്ത് പണി പൂർത്തീകരിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നോട്ട് വരാത്തത് അവർ തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനകീയ സമരങ്ങളോട് നിഷേധാത്മകമായ സമീപനം തുടരുന്ന തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നാണം കെട്ട് ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടാകരുതെന്നും തളിക്കുളം മണ്ഡലം കോൺഗ്രസ് നടത്തിയ പത്താംകല്ല് ബീച്ച് റോഡ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സുനിൽ ലാലൂർ പറഞ്ഞു. തളിക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PS സുൽഫിക്കർ അധ്യക്ഷത വഹിച്ച സമരത്തിൽ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PL ഷൗക്കത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ ഗഫൂർ തളിക്കുളം, ഫിറോസ് ത്രിവേണി, മുനീർ ഇടശ്ശേരി, AC പ്രസന്നൻ, AP ബിനോദ്, ഷമീർ മുഹമ്മദ് അലി, നീതു എന്നിവർ സംസാരിച്ചു. വില്ലേജ് ഓഫീസ് മുൻവശത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ KT കുട്ടൻ, KA ഫൈസൽ, N മദനമോഹനൻ, AT നേന തുടങ്ങിയവർ നേതൃത്വം നൽകി. അതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്ന പോലെ ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഒഴിഞ്ഞു പോകണം പ്രസിഡന്റ് എന്ന് ഞങ്ങൾ വീണ്ടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എന്താണ് വിഷയം? നമ്മുടെ ഗ്രാമീണ റോഡുകളെല്ലാം തകർന്ന് തരിപ്പണമായി. ഈ ഗ്രാമീണ റോഡുകൾ തകർന്ന് തരിപ്പണമായത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇത് കേന്ദ്ര സർക്കാരിന്റെ ജലജീവൻ മിഷൻ എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതിന്റെ ഭാഗമായിട്ടാണ് റോഡുകൾ തകർന്നത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ നടത്തുന്ന എല്ലാ പരിപാടികളും പൂർണ്ണമായും ഹരിതചട്ടം പാലിക്കണമെന്ന് ശുചിത്വ മിഷൻ. ഇത് സംബന്ധിച്ച് എല്ലാ സ്ഥാപന മേലധികാരികൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, പ്ലാസ്റ്റിക് കൊടിത്തോരണങ്ങൾ, ആകാശത്തേക്ക് പറത്തുവിടുന്നതടക്കമുള്ള എല്ലാ ബലൂണുകൾ, ബൊക്കകൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം. ഭക്ഷണം, കുടിവെള്ളം വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളിൽ കഴുകി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നിർബന്ധമായി ഉപയോഗിക്കുക. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പേപ്പർ കപ്പുകൾ, പേപ്പർ പ്ലേറ്റുകൾ, പേപ്പർ ഇലകൾ എന്ന നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നത്തിൽപ്പെട്ട സാധനങ്ങൾ ഉപയോഗിക്കരുത്. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷം പൂർണ്ണമായും പ്രകൃതി സൗഹൃദമായി ആഘോഷിക്കണമെന്നും ഇതുമായി എല്ലാവരും സഹകരിക്കണമെന്നും ജില്ലാ ശുചിത്വ മിഷൻ അറിയിച്ചു. ബലൂണുകളുടെ ഉപയോഗം വലിയ മാലിന്യ പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട്. കൂടാതെ പ്ലാസ്റ്റിക് കൊടിതോരണങ്ങൾ വ്യാപകമായി മാലിന്യം കൊണ്ടുകൂടാൻ ഇടയാക്കുന്നു. ഫ്ലക്സ് ബോർഡുകൾ പൂർണ്ണമായും ഒഴിവാക്കി തുണിയിലോ പേപ്പറിലോ ചെയ്ത ബാനറുകൾ, ഡിജിറ്റൽ ബാനറുകൾ എന്നിവ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണമെന്ന് ശുചിത്വ മിഷൻ അറിയിച്ചു. തൃശൂരിൽ കളിക്കുന്നതിനിടെ ഷാൾ കഴുത്തിൽ കുടുങ്ങി വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ചേലക്കര വട്ടുള്ളി തുടുങ്ങൽ റെജിയുടെയും ബ്രസ്റ്റിലിയുടെയും മകൾ 10 വയസ്സുള്ള എൽവിന റെജിയാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. വീടിനുള്ളിൽ ജനലിൽ ഷാൾ കെട്ടി കളിക്കുന്നതിനിടെ കഴുത്തിൽ കുടുങ്ങിയാണ് മരണം സംഭവിച്ചതെന്ന് പ്രാഥമിക നിഗമനം. തിരുവില്ലാമല പുനർജനി ക്രൈസ്റ്റ് ന്യൂ ലൈഫ് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. 2023-24 സംസ്ഥാന കായകൽപ്പ അവാർഡിന് ഒന്നാം സ്ഥാനം നേടിയ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വലപ്പാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. സംസ്ഥാനത്തിലെ ആശുപത്രികളിൽ ജില്ലാതല പരിശോധനയും പിന്നീട് സംസ്ഥാനതല പരിശോധനയും നടത്തിയാണ്
അവാർഡ് നിർണയ കമ്മിറ്റി ഏറ്റവും മികച്ച ആശുപത്രികളെ തെരഞ്ഞെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അവാർഡ് പ്രഖ്യാപിച്ചത്. 90.60% മാർക്ക് നേടിക്കൊണ്ട് വലപ്പാട് സാമൂഹിക കേന്ദ്രം CHSE തലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഇത് കരസ്ഥമാക്കുന്നതിന് ആത്മാർത്ഥമായി പ്രവർത്തിച്ച ആശുപത്രി സൂപ്രണ്ട് നസീമ ഡോക്ടറെയും സഹപ്രവർത്തകരെയും അഭിനന്ദിച്ച് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളായ CR ഷൈൻ, കല ടീച്ചർ ശ്രീമണി, ലിൻഡ സുഭാഷ്, സെക്രട്ടറി റെജി കുമാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നയന ജോസ് എന്നിവർ ആശുപത്രിയിലെത്തി ജീവനക്കാരെ അഭിനന്ദിക്കുകയും മധുരവിതരണം നടത്തുകയും ചെയ്തു. നിരവധി പൊതുജന ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന ആശുപത്രിയിൽ ഡെന്റൽ വിഭാഗം, ഫിസിയോതെറാപ്പി, കമ്പ്യൂട്ടറൈസ്ഡ് എക്സ്റേ ഡിപ്പാർട്ട്മെന്റ്, 52ഓളം രക്തപരിശോധന കുറഞ്ഞ ചെലവിൽ നടത്തുന്നു. അത്യാധുനിക ലാബ്, കൗമാര വാർദ്ധക്യ ക്ലിനിക്കുകൾ, ജീവിതശൈലി രോഗനിയന്ത്രണ ക്ലിനിക്കുകൾ, രോഗപ്രതിരോധ കുത്തിവയ്പ്, മാനസികാരോഗ്യ ക്ലിനിക്കുകൾ എന്നിവ നല്ല നിലയിൽ നടക്കുന്നു. മാള അഷ്ടമിച്ചിറയിൽ ദന്ത ഡോക്ടറെ തെരുവു നായ്ക്കൾ ആക്രമിച്ചു. അഷ്ടമിച്ചിറ സ്വദേശി ഡോക്ടർ ശ്രീജിത്തിന്റെ ഭാര്യയായ പാർവതി ശ്രീജിത്താണ് തെരുവു നായ്ക്കളുടെ ക്രൂരമായ ആക്രമണത്തിന് ഇരയായത്. ഇന്നലെ ഉച്ചയ്ക്ക് ക്ലിനിക്കിൽ നിന്നും ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ പുറകുവശത്തുള്ള തന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയത്താണ് നായ്ക്കൾ കൂട്ടം ചേർന്ന് പാർവതിയെ ആക്രമിച്ചത്. നായ്ക്കൾ വരുന്നത് കണ്ടു ഭയന്ന പാർവതി പുറകോട്ട് വീഴുകയായിരുന്നു. വീണുകിടന്ന ഡോക്ടറെ നായ്ക്കൾ 2 തുടകളിലും കൈകളിലുമായി കടിക്കുകയും ഡോക്ടർക്ക് സാരമായ പരിക്കുകൾ പറ്റുകയും വീഴ്ചയും ഡോക്ടറുടെ കൈക്ക് ഒടിവും സംഭവിച്ചിട്ടുണ്ട്. തക്ക സമയത്ത് പമ്പിലെ ജീവനക്കാർ വന്നതിനാലാണ് തനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയതെന്നും ഡോക്ടർ പറഞ്ഞു. തെരുവുനായ ആക്രമണം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി എന്തെങ്കിലും ചെയ്യണമെന്നും തന്റെ സ്ഥാനത്ത് വല്ല സ്കൂൾ കുട്ടികളുമായിരുന്നെങ്കിൽ മരണം വരെ സംഭവിച്ചതാകാമെന്നും ഡോക്ടർ പറഞ്ഞു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താനേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വിട്ടുകൊടുക്കുക എന്നുള്ളത് ചില സമയങ്ങളിൽ സാധ്യമല്ല. എന്ത് ചെയ്യാം, മനുഷ്യന്മാരായി പോയില്ലേ. 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അവസാനം അത് പറഞ്ഞല്ലേ പറ്റൂ. അല്ലെങ്കിൽ അതിനെ സ്നേഹമെന്ന് വിളിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും നിങ്ങൾക്കായി 20,000 4G ടവറുകൾ സ്ഥാപിക്കുന്നത്. ഇനി അകലെ നിന്നുകൊണ്ട് അടുത്തറിഞ്ഞ് സന്തോഷം പങ്കുവയ്ക്കാം. BSNL, കണക്റ്റിംഗ് ഇന്ത്യ. വാർത്താനേരം തുടരുന്നു. മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷന് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. ഇതുവഴി ട്രെയിൻ കടന്നു പോയതിനു ശേഷം നാട്ടുകാരാണ് യുവാവിന്റെ മൃതദേഹം കണ്ടത്. ഇതര സംസ്ഥാനക്കാരൻ എന്നാണ് വിവരണം. ട്രെയിനിൽ നിന്നും താഴേക്ക് വീണതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തളിക്കുളം യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്ക് സ്വീകരണവും നടന്നു. തളിക്കുളം ബ്ലോക്ക് പെൻഷൻ ഫണ്ടിൽ നടന്ന കൺവെൻഷൻ KSSP ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് AR ഉമേഷ് അധ്യക്ഷനായി. KSSP ജില്ലാ കമ്മിറ്റി അംഗം KK ധർമ്മപാലൻ നവാഗതരായ 9 പേരെ സ്വീകരിച്ചു. KSSP തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ AV മധു, ബ്ലോക്ക് സെക്രട്ടറി BN ചയ്യനാനന്ദൻ, യൂണിറ്റ് സെക്രട്ടറി MV ജയപ്രകാശൻ, യൂണിറ്റ് രക്ഷാധികാരി TV വേണുഗോപാലൻ, TR കേശവൻ, വിജി പ്രസന്നകുമാരി, KS ലതിക, TK സരോജിനി എന്നിവർ സംസാരിച്ചു. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ പുതിയ ആസ്ഥാന മന്ദിരം സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ നാടിന് സമർപ്പിച്ചു. സമന്വയ സഹകരണ മാർട്ട് CC മുകുന്ദൻ MLA, ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് IK വിഷ്ണുദാസ് അധ്യക്ഷനായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ ചടങ്ങിൽ കൈമാറി. ബാങ്ക് മുൻ പ്രസിഡന്റുമാരായ PM അഹമ്മദ്, പ്രൊഫസർ KE അരുണൻ, MK രാമചന്ദ്രൻ, KR സീത എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കി.
ബാങ്ക് സെക്രട്ടറി PC ഫൈസൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെട്ടിടം നിർമ്മിച്ച ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ചടങ്ങിൽ മന്ത്രി ഉപഹാരം നൽകി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM അഹമ്മദ്, മഞ്ജുള അരുൺ, ഡെപ്യൂട്ടി രജിസ്ട്രാർ TK രവീന്ദ്രൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് PV മോഹനൻ, വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CR ഷൈൻ, EP അജയ് ഘോഷ്, PK ചന്ദ്രശേഖരൻ, MA ഹാരിസ് ബാബു, BP നന്ദൻ, മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. അനുബന്ധ സ്ഥാപനങ്ങളായി വലപ്പാട് ബ്രാഞ്ചും സഹകരണ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്ന വിപണന കേന്ദ്രമായി സമന്വയ സഹകരണ മാർട്ടും പ്രവർത്തിക്കും. ഇവിടെ കേരള ദിനേശ്, വിൽമ സ്റ്റോർ ആൻഡ് പാർലർ, റെയ്ഡ്കോ ഉൽപ്പന്നങ്ങൾ, കേരള സോപ്സ്, പള്ളിയാക്കൽ സർവീസ് സഹകരണ സംഘത്തിന്റെ വിവിധതരം പൊക്കാളി അരിയും മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവയും, വെങ്ങനശ്ശേരി വെളിച്ചെണ്ണ, തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹ്യ തേയില, വാരപ്പെട്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ ഗ്രീൻ പ്രോഡക്ട്സ്, മറവൂർ ശർക്കര, മത്സ്യബന്ധ ഉൽപ്പന്നങ്ങൾ എന്നിവ സമന്വയ മാർട്ടിൽ പ്രവർത്തിക്കും. ഇവിടെ A ക്ലാസ് അംഗങ്ങൾക്ക് 5% പ്രത്യേക ഇളവ് ലഭിക്കും. ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ, മിൽമ കഫ്റ്റീരിയ എന്നിവ ബാങ്ക് അങ്കണത്തിലുമാണ് പ്രവർത്തിക്കുക. ഏതാണ്ട് 360 കോടി രൂപയുടെ നിക്ഷേപവും 292 കോടി രൂപയുടെ ലോൺ ഔട്ട്സ്റ്റാൻഡിങ്ങും ഒപ്പം 107 കോടി രൂപയുടെ നിക്ഷേപം മറ്റ് ബാങ്കുകളിലുമെല്ലാമുള്ള ഈ സാമ്പത്തിക സ്ഥാപനം ഈ പ്രദേശത്തെ സാധാരണ ജനങ്ങളുടെ അത്താണിയായി പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷിക്കുന്നു. മനോഹരമായ ഒരു ആസ്ഥാന മന്ദിരം ഈ സ്ഥാപനത്തിന് അനിവാര്യമായിരുന്നു. അത് നിർമ്മിച്ച ഇതിൻ്റെ അണിയറ ശില്പികളെ, ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വപരമായി പങ്കുവയ്ക്കുന്ന ബാങ്കിൻ്റെ പ്രസിഡന്റ് നേതൃത്വമുള്ള ഭരണസമിതിയെയും സെക്രട്ടറിയുടെ നേതൃത്വമുള്ള ജീവനക്കാരെയും സഹകരണ വകുപ്പിന് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജലജീവൻ മിഷനുമായുള്ള കരാർ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധപ്പെടുത്തുവാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാവണമെന്ന് സുനിൽ ലാലൂർ. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ നടത്തുന്ന എല്ലാ പരിപാടികളും പൂർണ്ണമായും ഹരിതചട്ടം പാലിക്കണമെന്ന് ശുചിത്വ മിഷൻ. തൃശൂരിൽ കളിക്കുന്നതിനിടെ ഷാൾ കഴുത്തിൽ കുടുങ്ങി വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. രണ്ടായിരത്തി 2023-24 സംസ്ഥാന കായകൽപ്പ അവാർഡിന് 1ാം സ്ഥാനം നേടിയ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വലപ്പാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.